സിന്ദാബാദ്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് എന്നെ ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ സ്വന്തം യൂണിറ്റായ ഏറ്റുമാനൂർ യൂണിറ്റിന് ഈ ജില്ലാ സമ്മേളനം നടത്തുവാൻ അവസരം നൽകിയതിന് യൂണിറ്റിന്റെ പേരിലുള്ള നന്ദി ആദ്യമേ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളോട് അറിയിക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ ജില്ലാ സമ്മേളനം വിജയിപ്പിച്ചെടുക്കുക എന്ന ദൗത്യം ജില്ലാ കമ്മിറ്റിയോടൊപ്പം ചേർന്ന് നിർവഹിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത് വെറും ഒരു സമ്മേളനം മാത്രമല്ല, ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന KHRA അംഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സൗഹൃദ വേദിയാണ്. തൊഴിൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമുക്ക് പുതു ഊർജവും പ്രചോദനവും നൽകുന്നു. ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കാനും അനുഭവങ്ങൾ പങ്കിടാനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശകൾ കണ്ടെത്താനും സാധിക്കട്ടെ. ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ജയ് KHR. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സൗഹൃദം 2025 നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏറ്റുമാനൂർ CMC റോഡിലുള്ള സാന്റ് ജോസ് കൺവെൻഷൻ സെന്റർ AC-യിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ശ്രീ N പ്രതീഷിന്റെ അധ്യക്ഷതയിൽ കൂടുന്നതാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയും ദുരന്തകാലത്തെ മുൻനിരയിൽ പ്രവർത്തിച്ചു കാണിക്കുന്ന സംഘടനാ നേതൃത്വമാണ് കോട്ടയം ജില്ലയുടേത് എന്നും അദ്ദേഹം അനുഭവം സാക്ഷിയാക്കി പറയുകയുണ്ടായി. തന്റെ കർമ്മമണ്ഡലങ്ങളിൽ ജില്ലാ ഭരണകൂടത്തോട് ചേർന്ന് പല അവസരങ്ങളിലും KHRA എന്ന സംഘടന സഹായഹസ്തം നീട്ടുകയും ലാഭ ഇച്ഛ കൂടാതെ പ്രവർത്തിക്കുകയും മറ്റു സംഘടനകൾക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. എന്നെ സംബന്ധിച്ചും KHRA എന്ന സംഘടനയെ സംബന്ധിച്ചും ഇന്നേറെ പ്രിയപ്പെട്ട ഒരു ദിനമാണ്. കഴിഞ്ഞ 11 വർഷമായി ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും നിങ്ങളെ സേവിക്കുവാൻ എനിക്ക് അവസരം തന്ന നിങ്ങളോടും ജഗദീശ്വരനോടുമുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഈ കാലയളവിൽ സംഘടനയെ കോട്ടയത്തിന്റെ മുക്കും മൂലയിലും എത്തിക്കുവാനായിട്ട് എനിക്കും എന്നോടൊപ്പം തോൾ ചേർന്ന് നിന്ന ജില്ലാ സെക്രട്ടറി ശ്രീ KK ഫിൽപ്പൂട്ടി ഉൾപ്പെടെയുള്ള ഈ പുതിയ ഇതുവരെ ഉണ്ടായിരുന്ന ടീമിനും സാധിച്ചു. ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഭരണസമിതി അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും കൂടെയുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം വളരെ എളുപ്പം നടത്താമെന്നുള്ളത് കോട്ടയം ജില്ല കഴിഞ്ഞ 11 വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഭരണസമിതി ഇവിടെ നിലവിൽ വരും. എനിക്കും എൻ്റെ കൂടെ ഇതുവരെ തുടരുന്ന മുഴുവൻ ആൾക്കാർക്കും ഏത് രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് നൽകിയോ അതുപോലെ തന്നെ പുതിയ ഭരണസമിതി അംഗങ്ങൾക്കും തീർച്ചയായും സപ്പോർട്ട് നൽകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജയ് KHRA. എല്ലാ വർഷവും ഈ ഒരു പരിപാടിയിൽ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വർഷവും പങ്കെടുക്കുന്നത്. വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ കൗൺസിൽ അംഗങ്ങൾ എന്താണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പൂർണ്ണ ബോധ്യത്തോടെ വേണം ഓരോ വാർഷിക പൊതുയോഗത്തിലും പങ്കെടുക്കാൻ. ഇവിടെ കണക്ക് അവതരിപ്പിച്ചു, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു, അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠിക്കുകയും അതിനെന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും അതിന് അഭിനന്ദനാർഹമായ കാര്യങ്ങളിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നാം നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് വാർഷിക
നമ്മുടെ ജില്ലാ കൗൺസിൽ യോഗം എന്ന് പറയുന്നത്. ഇതിനുശേഷം ഇന്ന് പൊതുസമ്മേളനമുണ്ട്. പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒത്തിരിയേറെ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അത് പൊതുസമൂഹത്തിൽ ഒരു സംഘടന എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുസമ്മേളനത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. ഈ വാർഷിക ജനറൽ കൗൺസിൽ യോഗം അങ്ങനെയല്ല, ഇതൊരു കുടുംബയോഗം പോലെയാണ്. ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരു തീരുമാനമെടുത്ത് വേണം ഇന്നത്തെ ഈ ജില്ലാ കൗൺസിൽ യോഗം പിരിയേണ്ടത്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന ജനശക്തി എന്ന രീതിയിൽ കഴിഞ്ഞ തവണ ഇവിടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ വന്നപ്പോൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പൊ ഏതൊരു രീതിയിൽ നോക്കിയാലും ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടതാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് പുതുവൾ സാറാണ്. പുതുവൾ സാർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് നമുക്കറിയാം പ്രായാധിക്യം പോലും ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം. അദ്ദേഹത്തിന് ഭയങ്കര മാനസിക വിഷമമുണ്ടായി ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റാത്ത. അദ്ദേഹം എന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജില്ലാ സമ്മേളനം, ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ അതേ ആകർഷണീയതയോടുകൂടി അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഓരോ യൂണിറ്റ് പ്രവർത്തനങ്ങളും സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എല്ലാ യൂണിറ്റുകളിലും ഈ ജില്ലാ സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുകയും എല്ലാ യൂണിറ്റ് കമ്മിറ്റികളെയും സജീവമാക്കി നിലനിർത്തുവാനും യൂണിറ്റുകളിൽ നിന്ന് ഇങ്ങനെയൊരു ജില്ലാ സമ്മേളനം നടത്തുന്നതിന് ആവശ്യമായ ധനസമാഹരണത്തിനും അംഗങ്ങളെ പ്രേരിപ്പിക്കുവാനും ഒക്കെ ഈ നിങ്ങളുടെ സ്ഥാനം ഒഴിയുന്ന ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സംസ്ഥാന കമ്മിറ്റി വരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും മറ്റു ഭാരവാഹികളാണെങ്കിലും ഏതൊരു കാര്യത്തിലും തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുകയും സംസ്ഥാന കമ്മിറ്റിയിൽ ഓരോ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിത രീതിയിൽ പങ്കെടുക്കുകയും ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ആദ്യം നടപ്പാക്കുന്ന ജില്ലയും കോട്ടയം ജില്ലയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. സുരക്ഷാ പദ്ധതി എടുത്തു നോക്കാം. സുരക്ഷാ പദ്ധതി എന്ന പദ്ധതി ഇന്ന് കേരളത്തില് മറ്റൊരു വ്യാപാര സംഘടനയും കൊണ്ടുവരാത്തൊരു പദ്ധതിയാണ് ഒരു കുടുംബ സുരക്ഷാ പദ്ധതി. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ പല ജില്ലകളും കുറച്ച് മാറി നിന്നപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് കൊണ്ടുപോവുകയും ഇപ്പോഴത്തെ സുരക്ഷാ കമ്മിറ്റി ചെയർമാൻ അൻസാരി അടക്കമുള്ളവര്, ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ അടക്കമുള്ളവര് വളരെ ആത്മാർത്ഥതയോടുകൂടി ശ്രമിച്ചതുകൊണ്ട് കോട്ടയം ജില്ലയിലും സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊരു പ്രവർത്തന ശൈലി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഈ കഴിഞ്ഞ 2 വർഷത്തെ ഭാരവാഹികളെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കുറച്ച് സംഘടനാ കാര്യങ്ങളിൽ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വരാം. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പത്രത്തിലൊരു വാർത്ത കണ്ടു. കേരളത്തിലെ ചെറുകിട ഹോട്ടലുകളെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെറുകിട ഹോട്ടലുകളുടെ നിർവചനം പരിപൂർണമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുറെ നാളത്തെ പ്രയത്നമാണ് അത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ബഹുമാന്യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിനോട് നമ്മൾ ആകെപ്പാട് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യം പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ചെറുകിട ഹോട്ടലുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കത് ലെറ്ററായിട്ട് എടുത്തു തരും, ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താം, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താമെന്ന് പറയുകയും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ റിപ്പോർട്ട്, കേരളത്തിലെ ചെറുകിട ഹോട്ടലുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി വ്യക്തമായിട്ട് റിപ്പോർട്ട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതിന്റെ പുറത്ത് നമ്മൾ അയക്കുകയുണ്ടായി. അതിനുശേഷം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സിഇഒയ്ക്കും ഒപ്പത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് നമ്മൾ ഈ നിവേദനത്തിന്റെ കോപ്പി അയക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. എന്തായാലും ആ സമ്മർദ്ദങ്ങൾക്ക് ഒരു പ്രതിവിധിയായിക്കൊണ്ട് ഇന്ത്യയിലെ ചെറുകിട ഹോട്ടലുകളെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് നിബന്ധനകളില്ലാതെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിയമ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നു എന്നുള്ളത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഒരു മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, കഴിഞ്ഞ തവണ ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ
പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമുക്ക് ലൈസൻസിന് വൈമുഖ്യം പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യം പറയണല്ലോ. ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അടക്കമുള്ള വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ ഉദാരമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തെ പല വട്ടം നമ്മൾ കണ്ട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് സർക്കുലർ ഇറക്കിയിട്ട് പോലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലൈസൻസ് തരാൻ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വൈമുഖ്യം കാണിച്ചു. പലയിടത്തും ലൈസൻസ് കിട്ടാത്ത സാഹചര്യമുണ്ട്. എന്തായാലും അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ചെറുകിട ഹോട്ടലുകളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് വ്യക്തമായ ഒരു ഓർഡർ എന്ന് അദ്ദേഹം ഇറക്കി. വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസ് എടുക്കാനായിട്ട് PCBയുടെ കൺസെന്റിന്റെ ആവശ്യമില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഓർഡർ എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ഇവിടുത്തെ ചെറുകിട ഹോട്ടലുകൾക്കാണ്. 100 സീറ്റിൽ താഴെയുള്ള ഹോട്ടലുകൾക്ക് വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലേക്ക്, അതായത് PCBയുടെ NOC ഇല്ലാതെ നമുക്ക് ലൈസൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഉദാരമായ സമീപനം മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ് അദ്ദേഹവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏകജാലക സംവിധാനം പോലെ വാണിജ്യ വകുപ്പ് പ്രത്യേകമായിട്ട് മാറ്റുകയും കേരളത്തിലെ ഏതൊരു വ്യവസായങ്ങൾക്കും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഏത് വകുപ്പിന്റെ ആയിക്കോട്ടെ ബന്ധപ്പെട്ട വാണിജ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാനുള്ള ഒരു സംവിധാനം കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഒത്തിരി കഴിഞ്ഞ ദിവസം P. രാജീവ് വിളിച്ചൊരു യോഗത്തിന് കേരളത്തിലെ 3 സംഘടനകളെ വിളിച്ചിട്ടുള്ളൂ. ഒന്ന് വ്യാപാരി വ്യവസായ സമിതി, ഒന്ന് വ്യാപാരി വ്യവസായ സമിതി, മൂന്നാമത് KHR മാത്രമാണ്. അപ്പൊ ആ രീതിയിൽ കേരളത്തില് ഇന്ന് മന്ത്രി അടക്കമുള്ളവര് സർക്കാർ യോഗം വിളിച്ചാൽ 3 സംഘടനകളുടെ പ്രാതിനിധ്യത്തിലേക്ക്, അതായത് KHRയും കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര സംഘടനകളിൽ ഒന്നായി മാറിക്കൊണ്ട് അത്രയേറെ ശക്തമായ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം വയനാട്ടില് നമ്മൾ 100 ദിവസം ഏതാണ്ട് 50 ദിവസത്തോളം നമ്മൾ ജനകീയടുക്കൽ നടത്തി സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട്. വേറെ ഏത് സംഘടനയാണ് നടത്തിയിട്ടുള്ളത്? നമ്മളൊരു സുരക്ഷാ പദ്ധതി കൊണ്ടുവന്നു, നമ്മുടെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സമൂഹത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഹോട്ടലുകാരുടെ ഉന്നമനം, കേരളത്തിലെ ബേക്കറിക്കാരുടെ ഉന്നമനം, കേരളത്തിലെ ലോഡ്ജുകാരുടെ ഉന്നമനം എന്ന് മാത്രമല്ല, ഒരു സാമൂഹിക സംഘടന എന്ന രീതിയിൽ സമൂഹത്തിന്റെ ഉന്നമനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, നമ്മുടെ തൊഴിലാളികളുടെ ഉന്നമനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘമായിട്ട് ഒരു പ്രസംഗത്തിലേക്ക് ഇനി പോകുന്നില്ല. ഇവിടെ പൊതു ചർച്ചകളിൽ കൂടെ നമുക്ക് എന്തെല്ലാം വേണമെങ്കിലും ആശയവിനിമയം നടത്താം. വീണ്ടും വൈകുന്നേരം ഇനിയുമുള്ള ഒരു പ്രസംഗം കൂടി. ഇപ്പൊ ആവർത്തന വിരസമായ ഒരു പ്രസംഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും തരത്തില് ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്നിവിടെ തുറന്നു ചർച്ച ചെയ്യുകയും അതിനെല്ലാം ഒരു പരിഹാരം കാണുവാനും, വ്യക്തമായിട്ട് നമ്മുടെ ജില്ലയിൽ പരിഹാരം കാണാൻ പറ്റാത്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് നമുക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. എന്തായാലും ഒരിക്കൽ കൂടി ശക്തവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന കോട്ടയം ജില്ലയിലെ ഇന്ന് സ്ഥാനം ഒഴിയുന്ന എല്ലാ ഭാരവാഹികൾക്കും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ബഹുമാന്യനായ പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് കോട്ടയം ജില്ല ഏറ്റവും നല്ല ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും സേവന മേഖലയിലായാലും അതിലൊക്കെ ഉപരിയായിട്ട് എന്തിനു വേണ്ടിയാണ് ഈ സംഘടന തുടങ്ങിയത്? കേരളത്തിലെ സാധാരണ ചായക്കട മുതൽ 5 സ്റ്റാർ ഹോട്ടൽ വരെയുള്ള ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യം നേടിയെടുക്കാൻ, അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം കേരളം തുടങ്ങി വെച്ചു. ഗോവിന്ദറാവ് ഏറ്റെടുത്തു. ഇന്ന് ജയബാലജിയിൽ എത്തി നിൽക്കുന്നു. 64 കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് 64 തുടങ്ങിയ 6 വർഷം കഴിഞ്ഞു. ഇന്ന് കോട്ടയം ജില്ലയ്ക്ക് ഒരു ഭാഗ്യമുണ്ട്. ഈ സംഘടന തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി
നമ്മുടെ ചാർലസ് സാറ് ഇന്ന് കോട്ടയം ജില്ലയിൽ പരിപാടി പങ്കെടുക്കുകയാണ്. അഭിമാനം തോന്നുന്നു. ഞാനൊക്കെ 98 95 പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് ചാർലസ് സാറ് കോട്ടയം എറണാകുളം ജില്ലയുടെ ഭാരവാഹിയാണ്. നമ്മുടെ എറണാകുളത്തെ സംസ്ഥാന കമ്മിറ്റി പോകുമ്പോൾ കാണാം, അവിടെ നമ്മുടെ ശിലാഫലകമുണ്ട്. സംസ്ഥാന കമ്മിറ്റി KHR ഓഫീസിൽ കാണത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരുകൾ വരുമ്പോൾ വലത് ഭാഗത്ത് കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററിന്റെ പേരുണ്ട്. അതിലൊരു ഒന്ന് ചാർലസ് സാർ. ഇന്ന് നമുക്ക് അഭിമാനപരമായിട്ട് 3 ലക്ഷം രൂപ ഒരു മാസം വാടക ലഭിക്കുന്ന ആ നമ്മുടെ സൗധം പണിയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിൽ ഒരാള് നമ്മുടെ ചാൾസ് സാറ്. ഇപ്പൊ കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾക്ക് വേണ്ടി, നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാൾസ് സാറിനെ പോലുള്ള അനേകം ആൾക്കാര് ഇന്ന് നമ്മളുണ്ട്. ചാൾസ് സാറ് പറഞ്ഞ ആരോഗ്യക്കുറവാണ് അല്ല. ചാൾസ് സാറ് ഒരു പുരുഷായുസ് മുഴുവൻ നമ്മളോടൊപ്പം KHRോടൊപ്പം ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ സംഘടനകൾ ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഇന്നിവിടെ ഇരിക്കുന്നവർ ഇന്ന് കോട്ടയം ജില്ലയിലെ 17 യൂണിറ്റുകളിൽ നിന്ന് ആൾക്കാരെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് 120 ജില്ലാ കൗൺസിൽ. നമുക്കറിയാം ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗമാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അർഹത മാത്രമാണ് വേണ്ടത്. ഒരു യൂണിറ്റിൽ നിന്നും 10 പേർക്ക് ഒരാളാണ് ജില്ലാ കൗൺസിൽ, 50 പേർക്കാണ് സംസ്ഥാന കൗൺസിൽ. അപ്പോൾ നമ്മൾ സംഘടനയുടെ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നിവിടെ ഏകദേശം 95% കൂടെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. 115 പങ്കെടുത്തിരിക്കുന്നത് അതൊരു ഒരു അത്ഭുതകരമായ വിജയമാണ്. എനിക്ക് തോന്നുന്നത് എത്രയൊക്കെ വിജയിക്കുന്ന ജില്ല മറ്റു ജില്ലകളുണ്ടെന്ന് സംശയമാണ്. തന്നെ ജയപാൽ സൂചിപ്പിച്ച പോലെ ഒരു സംഘടനയ്ക്ക് ചേരേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടർന്നും അങ്ങനെ തന്നെ കോട്ടയം ജില്ലയുടെ പ്രവർത്തനമുണ്ടാകട്ടെ, എല്ലാ ജില്ലയ്ക്കും മാതൃകയായി പ്രവർത്തിക്കും. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമില്ല, നമ്മുടെ ജില്ല എന്തിനു വേണ്ടി തുടങ്ങി? ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ പരസ്പരം അറിയില്ല. ഒരു കാലത്ത് ഒരു ടൗണിലെ ഒരു പ്രദേശത്തെ ഹോട്ടലുകാർ തമ്മിൽ പരസ്പരമായിട്ട് നമ്മുടെ സാധാരണ ഭാഷ പാരവത്തിന് വഴിയാണ് 10 രൂപ ചായ കൊടുക്കുക, അപ്പുറത്തെ ആൾക്കാർ 8 രൂപ കൊടുക്കും. പരസ്പര ശത്രുക്കളെ പോലെ കരുതിയിരുന്നു ഹോട്ടൽ മേഖല. ഇന്ന് KHR എന്നൊരു പ്രസ്ഥാനം കൊണ്ട് അത് മാറിയിരിക്കുന്നു. KHR കുടക്കീഴിൽ മുഴുവൻ ആൾക്കാർ ഒന്നിച്ചെത്താൻ സാധിച്ചു. നമുക്ക് ആ സംഘടന കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പൂമാല അറിയാം. പൂമാല സംബന്ധിച്ച് പറയുമ്പോൾ പൂമാല എല്ലായിടത്തും ഉപയോഗിക്കാം. സന്തോഷത്തിന് ഉപയോഗിക്കാം, ദുഃഖത്തിന് ഉപയോഗിക്കാം. പൂമാല എന്ന് പറയുന്ന ഈ ഒരു ഭംഗിയേറിയ പൂമാല അത് ശക്തമായ ഒരു ചരടിൽ, ബലമുള്ള ചരടിൽ, വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ, വിവിധ വർണ്ണത്തിൽ, വിവിധ സൗരഭ്യത്തിലുള്ള ഒരു പൂക്കൾ ചേർത്തുള്ള പൂമാല. ആ പൂമാല എവിടെയും ഉപയോഗിക്കാം, എവിടെയും ശോഭിക്കും. പക്ഷെ എങ്ങനെയാണ് ആ പൂക്കളെ, വർണ്ണശബളമായ പൂക്കളെ, വിവിധ സൗരമുള്ള പൂക്കളെ ഒന്നിച്ച് നിർത്തിയിരിക്കുന്നത്? നമുക്ക് കാണാൻ പാടില്ലാത്ത ശക്തമായ ചടങ്ങുകൾ നമുക്ക് നിലവിളക്കൽ പൂമാലയുണ്ട്. അത് ഭംഗിക്ക് മാത്രമല്ല, അതിന്റെ സൗരഭ്യത്തിന് മാത്രമല്ല, മൊത്തം വരെ ആകർഷിക്കുന്നത്. പക്ഷേ ആ പൂക്കൾ എങ്ങനെ നിൽക്കുന്നു? നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ചരടാണ്. അതാണ് നമ്മുടെ KHR. കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ ഉടമകളെയും നമുക്ക് കാണാൻ സാധിക്കാത്ത ബലമായ ശക്തമായ ചരടാണ് KHR എന്ന് പറയുന്ന സംഘടന. ഇന്ന് സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോട്ടയം ജില്ലയുടെ കാര്യമെടുത്താൽ ഏറ്റവും നന്നായിട്ട് സുരക്ഷാ പദ്ധതി കൊണ്ടുപോകുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. അതിൽ ഏറെ അഭിമാനമുണ്ട്. കാരണം നമുക്കറിയാം, ഇതിൻ്റെ ഇവിടുത്തെ ചെയർമാൻ PC അൻസാരി അത് ജില്ലാ ഭാരവാഹികളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ നിലയിൽ അത് ഡേ ടു ഡേ എന്ന് പറഞ്ഞ പോലെ അവർക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന അൻസാരിയെ പോലെയുള്ള ജില്ലാ സുരക്ഷാ ചെയർമാൻ ഇവിടെയുള്ള സ്ഥിതിക്ക് നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്നതാണ് ഞാൻ പറഞ്ഞത്. സാരം എന്താണ് സുരക്ഷാ പദ്ധതി, സുരക്ഷാ പദ്ധതി എങ്ങനെയാണ്, എത്ര രൂപ അടയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് അറിയാൻ കഴിയും. എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു വിശകലന നിലയിൽ ഞാൻ സൂചിപ്പിക്കാം. എല്ലാം അറിയുന്നത് പോലെ നമ്മൾ 3000 രൂപ അടച്ച് നമ്മൾ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകും. ആ അംഗമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അംഗമായി കഴിഞ്ഞവർ
പിന്നെ വരുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്ന അംഗത്തിന് ഏതാണ്ട് നമ്മുടെ പേർക്ക് 10,500 11,000 പേരിനടുത്ത് നമുക്കിപ്പോൾ മെമ്പറായി കഴിയും സംസ്ഥാനം. അപ്പോൾ മരണപ്പെടുന്ന ഒരു അംഗത്തിൻ്റെ കുടുംബത്തിലേക്ക് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാം. ആ 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. ചേരുവാൻ 3000 രൂപ അടച്ചത് മാത്രമല്ല, ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് കുറവ് വരുത്തിയാൽ മുടക്കം വന്നാൽ നമ്മൾ ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ഇല്ലാതാവുകയും നമുക്ക് മറ്റ് കൊടുക്കേണ്ട നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ മറ്റ് സഹോദരന് നമ്മൾ കൊടുക്കേണ്ട 10 ലക്ഷം കൊടുക്കാൻ നമ്മുടെ ഈ 100 രൂപയാണ് കാരണം. അത് നമ്മളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ നമ്മുടെ ജനറൽ സെക്രട്ടറി ജയപാൽ സാർ പറഞ്ഞ പോലെ ഒരു വലിയ ചങ്ങലയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് നമ്മുടെ സംഘടന ഏതാണ്ട് 1.5 വർഷക്കാലം ആലോചിച്ചെടുത്ത ഒരു എന്താ പറയുക ഒരു വളരെ ബൃഹത്തായ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനെ നമ്മൾ താലോലിക്കണം, അതിന് വളരെ സ്നേഹിക്കണം. കാരണം നമുക്ക് സാറ് അതുപോലെ 70% വരുന്ന ചെറുകിട ഇടത്തര ഹോട്ടൽ ഉടമകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേവലം കുറച്ച് പേര് മാത്രമേ സാമ്പത്തിക അടിത്തറയുള്ളവരായിട്ടുള്ളൂ. ഇപ്പൊ സാമ്പത്തിക അടിത്തറയുള്ളവർ എന്ത് ചെയ്യണം? സാമ്പത്തികം കുറഞ്ഞ് നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ സഹോദരിമാരെയും സഹായിക്കാവുന്ന മനസ്സ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യവും നമ്മളിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്രയോ രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ ഇതര സാമൂഹിക സംഘടനകൾ നമ്മൾ അവർക്ക് ഡൊണേഷനായിട്ടും മറ്റു ചെലവുകളിലേക്ക് നമ്മൾ കൊടുക്കും. എന്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ സഹായിച്ചുകൂടാ? നമ്മളെപ്പോലെ തന്നെ ഈ രാപ്പകലിൽ അധ്വാനിക്കുന്ന ഏറെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന നമ്മുടെ വലിയ സഹോദരങ്ങൾ, അവർക്ക് നമ്മൾ അവരുടെ കുടുംബം അനാഥമായി പോകുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫീൽഡിലുള്ളവരാണ് ഹോട്ടലുകൾ. ഞാൻ പറഞ്ഞ താഴെത്തട്ടിലുള്ള പ്രത്യേകിച്ച്. അപ്പൊ അവർക്ക് 100 രൂപ നമ്മൾ കൊടുത്താൽ അത് വലിയൊരു തെയ്യത്തല്ലേ, ഒരു പ്രാർത്ഥനയല്ലേ. അത് സ്വാഭാവികമായിട്ട് ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അംഗങ്ങളോട് നമുക്ക് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതിന് യാതൊരു മുടക്കം കൂടാതെ നമ്മൾ ചെയ്യണം. നമുക്കറിയാം കൃത്യമായിട്ട് ഓരോ മാസവും ഇത്ര പേര് മരിച്ചു, ഇത്ര പേര് നമ്മളിന്ന് വേറിട്ട് പോയി എന്നുള്ളതിന് ഒരു അറിയിപ്പുകൾ ജില്ലാ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിൽ ഇടുന്ന ഇതൊക്കെ അറിയിപ്പുകളൊക്കെ ഓരോ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് പോകുന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം യൂണിറ്റിലും നിങ്ങൾക്ക് ഷെയർ വരും. സുരക്ഷാപത്തിൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ സംഘടനയുടെ പ്രാദേശിക ഗ്രൂപ്പിലാണെങ്കിലും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അറിയുന്ന സമയത്ത് ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞ 1 മാസം കൂടി നമുക്ക് അത് അടയ്ക്കുവാനുള്ള സാവകാശം ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇന്നലെ 1-ാം തീയതി എന്നതിന്റെ അറിയിപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. എല്ലാവർക്കും നമുക്കറിയാം ഇത് ഈ 30-ാം തീയതി വരെ, നവംബർ 30-ാം തീയതി വരെ ആ തുക അടയ്ക്കാനുള്ള സാവകാശം നമുക്ക് സംഘടന തന്നിട്ടുണ്ട്. ആ കാലയളവിൽ അത് നമ്മൾ കൃത്യമായി അടച്ചുകൊണ്ട് നമ്മുടേതായ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ അംഗങ്ങളെ, നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളെ ആദ്യം പറഞ്ഞതുപോലെ ആ സഹോദരങ്ങളെയും ഉറപ്പാക്കാനുള്ള അവരുടെ സുരക്ഷയിൽ കൂടി നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ആ ഒരു ഓർമ്മയും നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെ ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ ഏറ്റവും നല്ല പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കാണുകയും ഇതിനെ പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് കൂടുതൽ പറയാറുള്ളത്. ഇതിന് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്കറിയാം 55 നമ്മൾ തുടങ്ങിയ സമയങ്ങളിൽ സംഘടന ആരംഭിച്ച കാലയളവ് ഏതാണ്ട് എല്ലാ അംഗങ്ങൾക്കും പ്രായപരിധി ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 വർഷം പിന്നിട്ട സമയത്ത് നമ്മൾ സംഘടന പുനരാലോചിച്ചു. അങ്ങനെ നമ്മൾ വച്ചാൽ ഇത് കൂടുതൽ ചേർന്നവര് കൂടുതൽ സുരക്ഷിതമാവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആരും കുറച്ച് നിബന്ധനകൾ വെച്ചു. എങ്ങനെയാണ്? മെമ്പേഴ്സ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അംഗവും അംഗത്തിലെ സ്പൗസും ആ കുടുംബത്തിലെ 2 പേർക്കും പ്രായപരിധി 60. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് ഇതുവരെ ചേരാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് എന്നെ ചേർക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു സംശയം അല്ലെങ്കിൽ അവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘടന എന്ത് വെച്ചു? 1 വർഷക്കാലം അവർക്ക് ആനുകൂല്യത്തിന് അർഹത 1 വർഷം കഴിഞ്ഞുള്ളൂ എന്ന സംഘടന അവിടെ നിബന്ധന വെച്ചു. അതേപോലെ തന്നെ 55 വയസ്സുള്ള നമുക്കറിയാം പ്രായം കുറയുമ്പോഴും താരതമ്യം നമുക്ക് കുറച്ചുകൂടി അതിനൊരു സേഫ്റ്റി ഉണ്ട്. അതുകൊണ്ട് 55 വയസ്സുള്ളവർക്ക് 3 മാസം കാലയളവ് വെച്ചു. അപ്പോൾ മെമ്പേഴ്സിന് അവരുടെ സ്പോസിനും 60 വയസ്സിൽ ചേരാൻ പറ്റും. മറ്റുള്ളവർക്ക് തൊഴിലാളികൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട അംഗങ്ങളല്ലാത്ത എല്ലാവർക്കും
65 വയസ്സിന്റെ പരിധിയിലുള്ളിൽ നിന്ന് അവർക്ക് ചേരാൻ സാധിക്കും. അപ്പൊ ഇനിയും നമുക്കറിയാം ഏതാണ്ട് 20,000 മുകളിൽ മെമ്പേഴ്സിനെ ചേർക്കണം എന്നാണ് സംഘടന ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ 11,000 അടുത്തെത്തി. തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ അംഗങ്ങളെ നമ്മൾ ചേർക്കുക. ഒപ്പം നമ്മുടെ സാധുക്കൾ നമ്മുടെ തൊഴിലാളികളെ, നമുക്കറിയാം നമ്മുടെ കൂടെ നിൽക്കുന്ന 5 കൊല്ലം 10 കൊല്ലം കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. അവരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും ചേർക്കണം. അങ്ങനെ ചേർത്ത് ആ ശൃംഖല വലുതാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കൊടുക്കുന്ന ഈ മരണപ്പെടൽ കൊടുക്കുന്ന ആനുകൂല്യം അല്ലാതെ നമുക്ക് ചികിത്സാ സഹായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള സുരക്ഷ ഏതൊക്കെ തരത്തിലാണെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുക, അതെല്ലാം കൊടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംഘടന കൈക്കൊള്ളാനുള്ള മനസ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അംഗങ്ങൾ മെമ്പർഷിപ്പ് കൂടിയാൽ മാത്രമാണ് അതിന്റെ ഫലം അത് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സംഘടനയ്ക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മെമ്പേഴ്സിനെ കൂടുതൽ ചേർക്കുവാൻ, ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുവാനും സുരക്ഷകളെ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അടയ്ക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രമിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കോട്ടയം ജില്ല ഏറെ മുന്നിലാണ് സുരക്ഷാ കാര്യത്തിൽ. കുറച്ചുകൂടി നിങ്ങൾ സുതാര്യമായിട്ട് നിങ്ങളുടെ ജില്ലയുടെ ചെയർമാനോടൊപ്പം ജില്ലയുടെ ചെയർമാനും ജില്ലാ ഭാരവാഹികൾ പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് അവരോട് കൂടുതൽ അടുപ്പം പുലർത്തിക്കൊണ്ട് നമ്മുടെ സംഘടനയെ, നമ്മുടെ ഈ പദ്ധതിയെ നിങ്ങൾ ചങ്കിലേറ്റി കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്തെന്നാൽ 2000 കാലഘട്ടത്തിൽ ഈ സംഘടനയിൽ ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശൂന്യത വന്ന ഒരു കാലഘട്ടം. ആ ശൂന്യതയിലേക്കാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ കുര്യാക്കോസും കൂടാതെ MP ഷിജുവും ഒക്കെ കോട്ടയത്തേക്ക് വരികയും ഈ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് വന്നത്. ശേഷം നമ്മുടെ CT ദേവസ്യ, അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് പാലായൂരിലെ. അങ്ങനെയുള്ള എല്ലാവരുടെ അടുത്തും വരികയും ഈ സംഘടനയെ വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം എന്ന് പറയുകയും ചെയ്ത ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഇവിടെ ആദ്യകാല നേതാവായിരുന്ന ശ്രീ PMK നായരുടെ വിയോഗമാണ് ഇതിന് കാരണമായത്. അദ്ദേഹത്തിന്റെ അസുഖവും വെച്ചുകൊണ്ട് ഓരോ കടകളിലും ചെല്ലുകയും മാസവരി മേടിക്കുകയും ഒപ്പം ആ പൈസ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സംഘടനയ്ക്ക് ശൂന്യത വന്നത്. അന്ന് ഇവിടെ വന്ന് അത് പ്രവർത്തനം തുടങ്ങി. ആ തുടക്കത്തിൽ ശ്രീ MG മധുസൂദനൻ നായരും അതുപോലെ തന്നെ MP ഷിജുവും ഒക്കെ കൂടി കോട്ടയത്ത് തന്നെ ആദ്യം പാലായിലും പിന്നീട് കോട്ടയത്തും നല്ല ഒരു സമ്മേളനം നടത്തുകയും സംഘടനയ്ക്ക് പുനരുജ്ജീവനം നടത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തു. കുറെ കാലം അതിന്റെ പ്രസിഡന്റായിട്ട് ശ്രീ മധുവും ശ്രീ MP ഷിജുവും ഒക്കെ അതിനെ നയിച്ചു. ശേഷം ആ കാലഘട്ടത്തിൽ തന്നെ എനിക്കും നയിക്കുവാനുള്ള അവസരമുണ്ടായി. ഞാൻ MG മധുവും ഒക്കെ ആയിട്ട് ഈ സംഘടനയെ 2014 വരെയാണെന്ന് എൻ്റെ ഓർമ്മ, അന്ന് വരെ നയിച്ചു. ഞാൻ ആദ്യമായി തന്നെ വേറൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഈ സംഘടന രൂപീകരിച്ചത് ബഹുമാനപ്പെട്ട ഗോവിന്ദറാവുവാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇന്നിപ്പം നമ്മുടെ ഈ കേരളത്തെ ദാരിദ്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിങ്ങനെയാണ് പ്രഖ്യാപനം നടന്നത്. ആ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ റേഷനിംഗ് സമ്പ്രദായം നടത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപന നേതാവിൽ ഒരാളായ ഗോവിന്ദറാവു, അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന വടക്കേ ഇന്ത്യക്കാരൻ ഒരു അൻസാരിയായിരുന്നു കളക്ടർ. ആ അദ്ദേഹത്തെ സമീപിക്കുകയും റേഷനിംഗ് സമ്പ്രദായം ഹോട്ടലുകാർക്ക് കൂടി വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുടെ ബഹുമാനപ്പെട്ട ചാർലസ് സാറിന്റെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോവുകയും അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളൊരു വ്യക്തി വന്നാൽ ഇത് കിട്ടില്ല, നിങ്ങളൊരു സംഘം ചേർന്ന് വന്നാൽ ഞാൻ പരിഗണിക്കാം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. സത്യമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ആ രീതിയിലാണ് ആദ്യമായിട്ട് ഈ സംഘടന രൂപീകരിക്കുവാൻ ഗോവിന്ദറാവ് തീരുമാനിച്ചത്. അത് ഹോട്ടൽ ഉടമ സംഘം എന്ന പേരിൽ എറണാകുളത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ആ സംഘടന അങ്ങനെ നിൽക്കുമ്പോൾ അത് തിരുക്കൊച്ചിയിലെല്ലാം പ്രവർത്തനം മേഖല ഉണ്ടാകുവാൻ വേണ്ടി ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ R. ശങ്കർ
എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്, അദ്ദേഹത്തിന് ഹോട്ടലുണ്ടായിരുന്നു. ഈ ആർ ശങ്കറിനെ ക്ഷണിക്കുകയും അദ്ദേഹം ഈ സംഘടനയുടെ പ്രസിഡന്റ് ആകുകയും ജനറൽ സെക്രട്ടറിയായിട്ട് ശ്രീ ഗോവിന്ദറാവു തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, അവർ ആകുകയും ചെയ്തു. അങ്ങനെ ഈ സംഘടനയെ ഒരു ശക്തിയായ ഒരു സംഘടനയാക്കി മാറ്റുകയും പിന്നീട് അതിന് കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാക്കി മാറ്റുവാൻ തീരുമാനിക്കുകയും എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കേരളവർമ്മ രാജയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ പ്രഥമ പ്രസിഡന്റായിക്കൊണ്ട് ഈ സംഘടന ആദ്യമായി രൂപീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വായനയിലൂടെ കിട്ടിയതാണ് ഇതൊക്കെ, അല്ലാണ്ട് ഞാൻ അത്രത്തോളം പിറയിലേക്ക് പോകാനുള്ള പ്രായമൊന്നും ആ കാലഘട്ടത്തിലില്ല. അപ്പൊ ഇത് അങ്ങനെ രൂപീകരിച്ച ഈ സംഘടന ഒട്ടേറെ പ്രഗത്ഭമതികളായ സ്ഥാനത്ത് പ്രഗത്ഭമതികൾ നയിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. തീർച്ചയായിട്ടും അത് പൂഞ്ഞാറിലെ കേരളവർമ്മയിലൂടെ, അതുപോലെ BTHന്റെ ഗോവിന്ദറാവിലൂടെ, അതുപോലെ ഒട്ടേറെ മഹാൻ രഥന്മാരുടെ പാദസ്പർശമേറ്റ് നല്ലൊരു സംഘടനയായി ഇന്ന് രൂപീകരിക്കപ്പെട്ടു. അത് ഇന്ന് വളരെയധികം, കാരണം കോട്ടയം ജില്ലയിലും അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയിൽ പോലും ഇതിന് പ്രവർത്തന മേഖലയിൽ വളരെ ശുഷ്കമായിരുന്ന കാലഘട്ടത്തിൽ നിന്നും അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയും അതിനെ ശക്തമായി നയിക്കുവാൻ പറ്റിയ രണ്ട് പ്രമുഖ വ്യക്തികൾ പിന്നീട് വരികയും അതിന് ഒന്ന് പ്രതീക്ഷും മറ്റൊന്ന് പിടിപ്പുകുട്ടിയും കൂടാതെ ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും അതിൽ ഭാഗമാവുകയും ചെയ്തപ്പോൾ സംഘടന ശക്തമായി ഇന്നൊരു വലിയൊരു പ്രസിദ്ധമായ ഒരു സംഘടനയായി മാറ്റുവാൻ നമുക്ക് സാധിച്ചു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് മാത്രമാണ്. കാരണം ഞങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിങ്ങളാണ് ഇതിന്റെ എല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, മാത്രവുമല്ല ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ശക്തമായ പിന്തുണ പുതിയ ഭരണസമിതി വരുമ്പോൾ അവർക്ക് കൊടുക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KHR. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 17 യൂണിറ്റുകളിലും കാര്യമായ പ്രവർത്തനം നടക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് തന്നെ എല്ലാ യൂണിറ്റ് തല പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു ജില്ല, കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നടത്തിയ ജില്ല കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ ഈ ജില്ലാ സമ്മേളനം ആദ്യമായിട്ട് വെച്ച ജില്ലയും കോട്ടയം ജില്ലയാണ്. കാരണം അവർക്കൊരു മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ ബാക്കിയുള്ള ജില്ലകൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ 2 തവണ സംസ്ഥാന ഏറ്റവും നല്ല ജില്ലയ്ക്കുള്ള അവാർഡ് മേടിച്ച പത്തനംതിട്ട ജില്ല പോലും ഏറ്റവും പിറകിൽ പോയി എന്നുള്ളതാണ്. ആ സുരക്ഷാ പദ്ധതിയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചേർത്ത് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവിടെയുള്ള പ്രവർത്തകർക്ക് ആ കൂട്ടായ്മ, മാനസികമായിട്ടുള്ള ഐക്യം അതിനൊരു വേദിയായി എന്നുള്ളതാണ്. എന്തായാലും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നോക്കിക്കാണുന്ന ഒരു ജില്ല കൂടിയാണ്. ഈ ജില്ലയുടെ ചാർജ് വായിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വലുതായിട്ട് വരേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ല അത് ഈ കോട്ടയം ജില്ലയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഐക്യത്തിനും മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിനും എല്ലാം വേദിയാക്കാൻ ഈ കോട്ടയം ജില്ലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും കോട്ടയം ജില്ലയ്ക്ക് നേർന്നുകൊണ്ട്, എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ നിർത്തുന്നു. ജയ് KHR. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളെ കിട്ടുക, അല്ല ഭരണാധികാരികൾ മുമ്പേ വന്ന് പോയി അതിന്റെ സുഖം അനുഭവിച്ച് അതിന്റെ സുവർണ കാലഘട്ടത്തിലാണ് നമ്മളെ സംഘടന മുമ്പോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ അതിന്റെ ആളുകളാണ്. പല മുൻപേ സൂചിപ്പിച്ചു കഴിഞ്ഞു, എനിക്ക് അത്രത്തോളം പേക്കോട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും അവരൊക്കെ ത്യജിച്ച ത്യാഗങ്ങളാണ് നമ്മളിന്ന് AC ശീതീകരിച്ച റൂമിൽ നമ്മളിരുന്ന് സംഘടനയുടെ സുവർണ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.
ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ പേരിടുന്നു. എന്ന നിലയിൽ അസോസിയേഷന്റെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സ്ഥാനം ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ പേരിടുന്നു. എന്ന നിലയിൽ അസോസിയേഷന്റെ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തുമെന്നും അഖണ്ഡതയും അച്ചടക്കവും പാലിക്കുമെന്നും ഭരണഘടനയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചു അസോസിയേഷന്റെ കെട്ടുറപ്പിനും ശ്രേയസിനും അഭിവൃദ്ധിക്കും വേണ്ടിയും ഹോട്ടൽ വ്യവസായത്തിന്റെ പുരോഗതിക്കും സൽപ്പേരിനു വേണ്ടിയും അംഗങ്ങളുടെ സൗഹൃദത്തിനും വ്യവസായികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും ജാതിമത പ്രാദേശിക പരിഗണനയോ വിവേചനമോ കൂടാതെ മുഴുവൻ അംഗങ്ങളോടും തുല്യതയോടും സമഭാവനയോടും നിസ്വാർത്ഥതയോടും കൂടി പെരുമാറുമെന്നും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.